ഇന്നത്തെ സമൂഹവും മുമ്പുണ്ടായിരുന്ന സമൂഹവും തമ്മിൽ അജഗജാന്തരമായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ആളുകളായിരുന്നില്ല പഴയകാല സ്വഹാബത്തിൻ്റെ എല്ലാം കാലഘട്ടം. അന്ന് ഇതുപോലെ വീടുകളെല്ലാം അടുത്തടുത്തുള്ളതോ പരസ്പര ബന്ധങ്ങളോ ഉള്ളത് സ്ഥലങ്ങളായിരുന്നില്ല. ഒരു വീട് അടുത്താണെങ്കിൽ മറ്റു വീട് അകലെയായിരിക്കും. അങ്ങനെ ഒരു വീട്ടിൽ ഉള്ള ഒരു വ്യക്തികളായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അബൂ ത്വൽഹയുടെ ഭാര്യയുടെ പേര് ഉമ്മു സുലൈം എന്നായിരുന്നു. രാവിലെ അബൂ ത്വൽഹ കച്ചവടത്തിന് പോകുമ്പോൾ തൻ്റെ മകന് സുഖമില്ലായിരുന്നു. സുഖമില്ലാതെ കിടന്നിരുന്ന മോനെ കണ്ടുകൊണ്ടാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോയത്. എന്നാൽ അബൂ ത്വൽഹ വരുന്നതിന് മുമ്പായി തൻ്റെ മകൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഈ സമയം അബൂ ത്വൽഹയുടെ ഭാര്യയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഈ മരണവിവരം തൻ്റെ ഭർത്താവിനെ അറിയിച്ചില്ല. ഭർത്താവ് വന്നപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഭർത്താവിനെ സ്വീകരിക്കുകയും സന്തോഷകരമായ കാര്യങ്ങളെല്ലാം പറയുകയും ഭർത്താവിനെ സ്നേഹിപ്പിക്കുകയും എല്ലാം ചെയ്തു. എല്ലാം കഴിഞ്ഞ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മു സുലൈം കാര്യങ്ങൾ പറഞ്ഞു. അള്ളാഹു നമുക്കൊരു കുഞ്ഞിനെ തന്നിരുന്നില്ലേ, അവനെ അള്ളാഹു തിരിച്ചു വിളിച്ചു. ഈ കാര്യം വളരെ സുദീർഘമായി പല പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ചുരുക്കി പറയുകയാണ്. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ചെന്നു. അപ്പോൾ അബൂ ത്വൽഹ വളരെ വിഷമത്തോടു കൂടിയാണ് പ്രവാചകന്റെ അടുക്കൽ ചെന്നത്. എന്നാൽ പ്രവാചകൻ സമാധാനിപ്പിച്ചുകൊണ്ട് അബൂ ത്വൽഹയോട് പറഞ്ഞു, തൻ്റെ ഭാര്യ ചെയ്തത് നല്ല പ്രവൃത്തിയാണ് അബൂ ത്വൽഹ. നല്ല നല്ല സ്വർഗത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ ഉമ്മു സുലൈം ഉണ്ട്. അബൂ ത്വൽഹ, നിങ്ങൾക്ക് ആ സമയത്തിൽ ഒരു കുട്ടി ജനിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ലേ? ആ സമയം നിങ്ങൾ ആ സന്തോഷത്തിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് സൗഭാഗ്യം നൽകണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. സംഭവങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ബുദ്ധിയുള്ളവന് മനസ്സിലാവും. അങ്ങനെ ഉമ്മു സുലൈം ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു സന്ദർഭത്തിൽ അബൂ ത്വൽഹയും ഉമ്മു സുലൈമും ആ സന്തോഷ സമയത്തുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഒരു കുട്ടി ജനിച്ചു. ആ കുഞ്ഞിനെ അബ്ദുള്ള എന്ന് പേരിട്ടു. പിന്നീട് ഈ അബ്ദുള്ളയ്ക്ക് 9 സന്താനങ്ങൾ പിറക്കുകയും അവരെല്ലാം ആഫിളീങ്ങളാകുകയും ചെയ്തു എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് പഴയ കാലത്ത് ഉണ്ടായി. ഇന്ന് നമ്മളിതൊന്നും നടക്കില്ല. ഇന്നത്തെ കാലഘട്ടമല്ല അന്നത്തെ കാലഘട്ടമെന്ന് ആലോചിച്ച് നോക്കുക. അതുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള കാലഘട്ടത്തെ താരതമ്യം ചെയ്യരുത്. അബൂ ത്വൽഹയും ഉമ്മു സുലൈം തമ്മിലുള്ള ആ ജീവിത വല്ലരിയിൽ ആ സന്ദർഭത്തിലുണ്ടായ ആ സന്തോഷകരമായ ദുഃഖം മറച്ചു വെച്ചുകൊണ്ട് സന്തോഷം നൽകിയ ആ ഭാര്യയും ഭർത്താവും, ആ സന്ദർഭത്തിലുണ്ടായ ആ കുഞ്ഞിൻ്റെ ആ തലമുറകൾ മുഴുവനും ആഫിളീങ്ങളായി മാറിയെന്ന ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങൾ നമുക്ക് പാഠം ഉൾക്കൊള്ളാനും ഭാര്യ ഭർത്തൃ ബന്ധം സുദൃഢമാകുവാനും നല്ല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.